ചാലക്കുടി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. നല്ലൊരു മഴ കൂടി പെയ്താൽ ഈ വീടുകളിലൊക്കെ വെള്ളം കയറും. ഇവിടെ ഒരു പാടം ഉണ്ടായിരുന്നു, പാടത്തിന് നടുക്ക് ചെറിയൊരു തോടുണ്ടായിരുന്നു. ഇതെല്ലാം പുഴയെടുത്തു. പുഴ കരകവിഞ്ഞൊഴുകുകയാണെങ്കിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ കാര്യം ഒന്ന് ആലോചിക്കേ. ബാഹുബലി സിനിമയിലെ വെള്ളച്ചാട്ടം പോലെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നുണ്ടാവും അതിരപ്പള്ളി. നമ്മുടെ ഇന്നത്തെ യാത്ര അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ്. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് മണിക്കൂറിൽ കുറഞ്ഞത് 3 ബസ്സെങ്കിലും അതിരപ്പള്ളിയിലേക്ക് ഉണ്ടാകും. ചാലക്കുടി ടൗണിലെ ഒരു ആനമല ജംഗ്ഷൻ ഉണ്ട്. ഈ റോഡിന്റെ അവസാനം തമിഴ്നാട്ടിലെ ആനമലയാണ്. ഈ റൂട്ടിലാണ് അതിരപ്പള്ളി. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. വാൽപ്പാറ, ഷോളയാർ ഡാം, മലക്കപ്പാറ, വാഴച്ചാല്, വെറ്റിലപ്പാറ, തുമ്പൂർമുഴി എന്നിങ്ങനെ. ഈ വഴിയിൽ കാട് കാണാം, വില്ലേജുകൾ കാണാം. അങ്ങനെ മനോഹരമായ ഒരു യാത്ര നമുക്ക് ആസ്വദിക്കാം. ഇത് തുമ്പൂർമുഴി ബട്ടർഫ്ലൈസിന് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ്. ഓണക്കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തുമ്പികളെയും ബട്ടർഫ്ലൈസിനൊക്കെ കാണാം. കേരളത്തിൽ വേറെ എവിടെയും സഞ്ചരിച്ചാൽ ഇതുപോലുള്ള കാഴ്ച കാണാൻ സാധിക്കില്ല കേട്ടോ. ഇത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന എണ്ണപ്പന തോട്ടാണ്. ഈ പനകളിലെ കുരു ഉപയോഗിച്ചിട്ടാണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത്. ഗവൺമെന്റിന്റെ കീഴിലുള്ള ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ഫാക്ടറികൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ചെറിയ ചെറിയ വീടുകളും ഇതിന്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചാൽ കാണാം. അങ്കമാലി ഭാഗത്തൂടെ വരുമ്പോൾ ഈ എണ്ണപ്പന തോട്ടങ്ങളുടെ ഉള്ളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ശരിക്കും പെട്ടും, കാരണം ആനശല്യം ഭയങ്കരമാണ് അവിടെ. നമ്മൾ ശരിക്കും ഒരു മല കയറുകയായിരുന്നു. അതിരപ്പള്ളി എത്തുമ്പോഴാണത് മനസ്സിലാകുക നമ്മളൊരു മല കയറി കഴിഞ്ഞു എന്ന്. നമ്മൾ കയറിയ ഈ മലയുടെ ഉയരം അപ്പുറത്തെ മലയുടെ 3/4 ഭാഗത്തോളം വരും. അങ്ങനെ അതിരപ്പള്ളി എത്തി. ഇത് ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ അതിരപ്പള്ളി രൗദ്രഭാവം പൂണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്തുനിന്നുള്ള വ്യൂ തീർച്ചയായിട്ടും നല്ല രസമായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിനി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോകാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. 60 രൂപയാണ് ഒരാളുടെ എൻട്രൻസ് ഫീസ്. ഇവിടെ എത്തിയിരിക്കുന്നതിൽ 70% ആൾക്കാരും നോർത്ത് ഇന്ത്യക്കാരാണ്. മലയാളികൾ കുറവായിരുന്നു, കാരണം മഴയായിരിക്കാം. പക്ഷെ മഴക്കാലത്താണ് ഈ കാഴ്ച കാണേണ്ടത്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഈ വെള്ളച്ചാട്ടം. കേരളത്തിലെ നമ്പർ 1 ടൂറിസ്റ്റ് പ്ലേസും നമ്പർ 1 സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനും അതിരപ്പള്ളി തന്നെയാണ്. ബാഹുബലി സിനിമയിലെ വെള്ളച്ചാട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കൂട്ടിക്കലർത്തി ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടിയാണ്. എന്നാൽ അതിലെ പ്രധാന വെള്ളച്ചാട്ടം നമ്മുടെ ഈ അതിരപ്പള്ളി തന്നെയാണ്. ഇവിടെ വെച്ച് ഞാനൊരു കുട്ടിക്കുരങ്ങനെ കണ്ടിരുന്നു. നല്ല രസമാണ് ഈ കുരങ്ങന്മാരെ കളി ഇങ്ങനെ കണ്ടുവെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്